നമുക്ക് പലർക്കുമുള്ള ഒരു മോശം സ്വഭാവമാണ് ഈ കമന്റ് ബോക്സിൽ കയറിയിട്ട് ആവശ്യമില്ലാതെ തെറി വിളിക്കുക എന്നത്. അതിനുമുമ്പ് ഞാനൊരു കഥ പറയട്ടെ. ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫർ ഒരു കാട്ടിലേക്ക് പോവുകയുണ്ടായി. അവിടെയുള്ള മൂപ്പനോട് പറയുകയാണ്, എൻ്റെ കൂടെ വരണം, എനിക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു തരണം എന്നൊക്കെ. അപ്പോൾ ആ വൈൽഡ് ഫോട്ടോഗ്രാഫറുടെ കൂടെ ആ മൂപ്പനും കൂടി അദ്ദേഹത്തിന്റെ കൂടെ പോയി. അങ്ങനെ ഒരുപാട് നേരം സഞ്ചരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു പക്ഷി അവർക്ക് മുന്നിലൂടെ വളരെ സ്പീഡിലും വളരെ സൗണ്ടിലും പറന്നു പോയപ്പോൾ ആ വൈൽഡ് ഫോട്ടോഗ്രാഫർ പറയുകയുണ്ടായി, അതേതാണ് പക്ഷി, അത് ഭയങ്കര പക്ഷിയല്ലോ എന്ന് പറയുകയുണ്ടായി. എന്നാൽ ആ മൂപ്പൻ പറഞ്ഞത്, അത് ഇവിടെ കാണുന്ന ഏതോ ലോക്കൽ പക്ഷിയാണ്, അത് വലിയ പക്ഷിയൊന്നുമല്ല, അത് ഏതോ ലോക്കൽ പക്ഷിയാണ്. എന്തുകൊണ്ടാണ് ആ പക്ഷിയെ ആ മൂപ്പൻ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സ്പീഡിലും വളരെ സൗണ്ടിലും പോയ ആ പക്ഷിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, അത് വളരെ ലോക്കലായിട്ടുള്ള ഒരു പക്ഷിയാണ്. പറയാനുള്ള ഒരു കാരണമുണ്ട്. നമ്മുടെ ഈ സൊസൈറ്റിയിൽ എപ്പോഴും വളരെ സൗണ്ട് ആക്കിയിട്ടും വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതൊക്കെ എപ്പോഴും ഈ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരായിരിക്കും. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത് ക്വാളിറ്റി കൂടിയ മനുഷ്യരുടെ ഒരു സ്വഭാവവും ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് ഈ ലോകം 70% ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓൺലൈനിലാണ്. എല്ലാ വിഷയങ്ങളും ഇന്ന് ഓൺലൈനിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മോശം സ്വഭാവമുണ്ട്. അതിന്ന് വല്ലാതെ സമൂഹത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുമുണ്ട്. കമന്റ് ബോക്സിൽ കയറിയിട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നവരായിരിക്കും. നമ്മളെപ്പോഴും സ്ക്രോൾ ചെയ്യാറുണ്ടാവും, വീഡിയോകൾ ഒരുപാട് സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരുടെയെങ്കിലും വീഡിയോ കണ്ടാൽ അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിക്കും, അല്ലെ? ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷനുകളുണ്ട്. ഒന്ന് ലൈക്ക് അടിക്കാം, ഓക്കെ, ലൈക്ക് അടിച്ചോ. രണ്ടാമത് ഡിസ്ലൈക്ക് അടിക്കാം, ഓക്കെ ആണ്. പക്ഷെ മൂന്നാമത്തത് ഒന്നുണ്ട്, സ്കിപ്പ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ഇഷ്ടമല്ലേ, നമുക്ക് ആവശ്യമില്ലേ, നിങ്ങൾ കാണേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മാറുമോ ഇല്ലയോ എന്നുള്ളതാണ്. അദ്ദേഹം മാറില്ല എന്നാണെങ്കിൽ അവിടെ മിണ്ടരുത്, നമ്മളവിടെ അഭിപ്രായം പറയരുത്. കാരണം ഈ ക്വാളിറ്റി ഉള്ള മനുഷ്യരുടെ ഒരടയാളമാണ് അവൻ ആവശ്യമുള്ളിടത്തെ സംസാരിക്കും. അദ്ദേഹത്തിന്റെ വാക്കിന് വിലയുണ്ടാവും. കാരണം അദ്ദേഹം പറയുന്ന വാക്ക് ആരെങ്കിലും കേൾക്കുന്നുണ്ട്, അത് ഏറ്റെടുക്കും, അത് ആക്സെപ്റ്റ് ചെയ്യും എന്നിടത്ത് മാത്രമേ അദ്ദേഹം മിണ്ടുകയുള്ളൂ. അല്ലാതെ കണ്ടെടുത്തും കിട്ടിയെടുത്തും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തിടത്തൊന്നും അദ്ദേഹം സംസാരിക്കില്ല. ഒരു മീറ്റിങ്ങിൽ പോയാൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വാല്യുബിൾ ആണ്, അവിടെ സ്വീകരിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ മിണ്ടുകയുള്ളൂ. എന്നാൽ ഈ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യര് എപ്പോഴും നോക്കിക്കോ, ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരായിരിക്കും. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത ആൾക്കാരോടായിരിക്കും മിക്കവാറും സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കമന്റ് ചെയ്തത് കൊണ്ട് ആ മനുഷ്യൻ വീഡിയോ ഇടാതെ ഇരുന്നിട്ടുണ്ടോ? ആ മനുഷ്യൻ നിങ്ങളുടെ വാക്കുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? വാല്യൂ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാല്യൂ കുറക്കുന്നത്, നമ്മുടെ ക്വാളിറ്റി കുറക്കുന്നത് നമ്മളാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. ഈ ക്വാളിറ്റി കൂടിയ മനുഷ്യരും ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാം? അവരെപ്പോഴും പുതിയ ഐഡിയകളെ കുറിച്ചും പുതിയ അവസരങ്ങളെ കുറിച്ചുമായിരിക്കും ഈ ക്വാളിറ്റി കൂടിയ മനുഷ്യർ സംസാരിക്കുന്നത്. ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതൊക്കെ ഒരു ആവശ്യമുള്ളിടത്തും ആവശ്യമുള്ള സ്ഥലത്തും മാത്രമായിരിക്കും. എന്നാൽ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യർ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഐഡിയകളെ കുറിച്ചും ഇവര് ആവശ്യമില്ലാത്ത മറ്റുള്ള ആൾക്കാരെ കുറിച്ചായിരിക്കും സംസാരിക്കും. ഒരിക്കലും അവനെ കുറിച്ചിട്ടോ പുതിയ അവസരങ്ങളെയോ ഐഡിയകളെയോ ഒന്നും അദ്ദേഹം സംസാരിക്കില്ല. നമ്മളെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ 4 ആളൊന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നാൽ, അല്ലെങ്കിൽ 4 ആളൊന്ന് കൂടിയിരുന്നാൽ എന്താണ് സംസാരിക്കുന്നത്? എന്താണ് ചർച്ച ചെയ്യുന്നത്? പലപ്പോഴായിട്ടും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ്. അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളവരോട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ സംസാരിക്കരുത്.
കാരണം നിങ്ങളായിരിക്കണം ആദ്യം വാല്യൂ നൽകേണ്ടത്, അല്ലാതെ മറ്റുള്ളവരല്ല. മറ്റുള്ളവർ വാല്യൂ തരുന്നതിന് മുമ്പ് നമുക്കൊരു വാല്യൂ കാണണം. നമ്മുടെ വാക്കിലായാലും ചിന്തയിലായാലും പ്രവൃത്തിയിലായാലും നമ്മളായിരിക്കണം ആദ്യം റെസ്പെക്റ്റ് നൽകേണ്ടത്. എങ്കിലേ നമുക്ക് ലോകം റെസ്പെക്റ്റ് നൽകുകയുള്ളൂ. കാരണം നമ്മൾ തന്നെ റെസ്പെക്റ്റ് കൊടുക്കാത്ത കാലത്തോളം നമുക്കൊരിക്കലും മറ്റുള്ളവർ റെസ്പെക്റ്റ് തരില്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു വെറുതെയുള്ള നമുക്കൊരു കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി സംസാരിക്കുമ്പോൾ, ഇനി കമന്റ് ഇടുമ്പോൾ, ഇനി തെറി പറയുമ്പോൾ അയാൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം, അയാൾ വാല്യൂ ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹം മാറും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മിണ്ടുക, ഇല്ലെങ്കിൽ സംസാരിക്കരുത്.